സിറിയയുടെ അവസ്ഥ ദയനീയമാണ്. എന്നാൽ വിമതർ തുടങ്ങി വെച്ചത് ഇന്ന് ഇസ്രയേൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പകച്ചിരിക്കുകയാണ് ലോകമത്രയും. സത്യം പറഞ്ഞാൽ ബഷാറുൽ അസദ് വീണുവെന്ന വാർത്ത ലോകം അറിയും മുമ്പ് സിറിയയിൽ 3 കൂട്ടരാണ് ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാലോ അതിന് കാരണം പലതുമാണ്. ഒരു ഭാഗത്ത് മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രയേലും, മറുഭാഗത്ത് അമേരിക്കയും തുർക്കിയും. ശരിക്കും പറഞ്ഞാൽ സിറിയൻ വിഷയത്തിൽ ഇസ്രയേലിൻ്റെ റോൾ എന്താണ്? അതിൽ ഗോലൻ കുന്നും അതിലെ നിധിയും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അസദ് വീണാൽ സമാധാനം പുലരുമെന്ന് കരുതിയവർക്ക് പിഴച്ചു. യുദ്ധക്കളം മാറുന്നില്ല. ബാഹ്യശക്തികൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി അവസരം പാർത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സിറിയ കൂടുതൽ ദുരന്തത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകരാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. പലരും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ മടക്കി വിളിച്ചു. ഇന്ത്യ ആകട്ടെ 75 പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. എങ്കിലും സർക്കാർ രൂപീകരണ ശ്രമവുമായി വിമത നേതാവ് അബു മുഹമ്മദ് അലി ജുലാനി മുന്നോട്ട് നീങ്ങുന്നുമുണ്ട്. ഇടക്കാല പ്രധാനമന്ത്രിയെ നിയോഗിക്കുകയും എല്ലാ വിഭാഗത്തെയും സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള ശ്രമവും പുരോഗമിച്ചു വരുന്നു. സിറിയൻ സൈന്യം ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ വിമതർക്ക് കൈവശം എത്തിയാലുള്ള പേടിയാണ് സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നത്. അസദ് സൈന്യത്തിന്റെ വെടിപ്പുരകൾക്കെല്ലാം തന്നെ ഇസ്രായേൽ തീ കൊളുത്തി. എന്നാൽ ഇസ്രായേൽ സൈന്യം എന്തിനാണ് ദമാസ്കസ് വരെ വന്നു എന്ന ചോദ്യത്തിനാകട്ടെ ഉത്തരവുമില്ല. ജുലാനിക്ക് ചുവട് വയ്ക്കും മുമ്പ് സിറിയയെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. കുർദ് വിമതർക്ക് എല്ലാ സഹായവും ചെയ്ത് കൂടെ നിൽക്കുന്ന അമേരിക്കൻ സൈന്യവും ശക്തമായ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ദുരൂഹ സംഘമായ ഐസിസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് അമേരിക്ക പറയുന്നു. മറുഭാഗത്താകട്ടെ തുർക്കി സൈന്യം ലക്ഷ്യമിടുന്നത് കുർദ് വിമതരെയുമാണ്. PKK എന്ന കുർദ് സംഘടനയെ തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് തുർക്കി കരുതുന്നത്. അവരെ തുരത്തി തങ്ങളുടെ രാജ്യത്തുള്ള സിറിയൻ അഭയാർത്ഥികളെ സുരക്ഷിതമായി മടക്കി അയക്കാനുള്ള ശ്രമത്തിലാണ് തുർക്കിയുള്ളത്. സിറിയൻ വിഷയത്തിൽ നമ്മൾ ഇസ്രായേലിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സിറിയയിൽ 350-ലധികം വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. രാജ്യത്തിന്റെ സൈനിക ശേഷിയുടെ വിശാലമായ ഭാഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. നൂതനമായ ആയുധങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ വീഴുന്നത് തടയാനുള്ള പ്രതിരോധ നടപടിയാണ് തങ്ങളുടെ നടപടികളെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ ഡിപ്പോകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, മറ്റ് സൈനിക ആസ്തികൾ എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സിറിയയുടെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരം തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ അത്രയും. സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായും ഉദ്ദേശിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നൽകിയ പ്രതികരണമാണിത്. അൽ-ഖ്വയ്ദയുമായി ചരിത്രപരമായ ബന്ധമുള്ള ഹയാത്ത് തഹ്രീൻ അൽ ഷാം, അതായത് HTS പോലുള്ള തീവ്രവാദ വിഭാഗങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് വ്യോമാക്രമണം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യോമാക്രമണം സിറിയയുടെ നാവികശേഷിയെ ശക്തമായി ലക്ഷ്യമിട്ടു. ഇസ്രായേൽ മിസൈൽ കപ്പലുകൾ അൽ-ബൈദ, ലതാക്കിയ തുറമുഖങ്ങളിലെ നാവിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി 1-ലധികം കപ്പലുകൾ മുക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. സിറിയൻ നാവികസേനയുടെ നാശം ഇസ്രായേൽ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇസ്രായേൽ സിറിയയിൽ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1973-ലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ ഗോലാൻ കുന്നുകളിലെ സൈനികവൽക്കരിക്കപ്പെട്ട ബഫർ സോണിൽ 50 വർഷത്തിനിടെ ആദ്യമായി ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചു. മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ പട്രോളിംഗ് നടത്തിയിരുന്ന ഈ പ്രദേശം 155 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതും അതുപോലെ തന്നെ സിറിയൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ അതിർത്തിയുമാണ്. തങ്ങളുടെ നുഴഞ്ഞുകയറ്റം പരിമിതവും താൽക്കാലികവുമായ നടപടിയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചപ്പോൾ ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ അപലപനത്തിന് കാരണമായി. ബഫർ സോൺ സംരക്ഷിക്കുന്ന സിറിയൻ സൈന്യം തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചതിനാൽ തന്നെ 1974-ലെ കരാർ തകർന്നുവെന്ന് നെതന്യാഹു പ്രസ്താവിച്ചു. തെക്കൻ സിറിയയിൽ ആയുധങ്ങളും ഭീകരാക്രമണ ഭീഷണികളും ഇല്ലാത്ത ഒരു പ്രതിരോധ മേഖല സൃഷ്ടിക്കുന്നതിന് ബഫർ സോൺ ഓപ്പറേഷൻ അനിവാര്യമാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിനിടയിലാണ് സിറിയയുടെയും ഇസ്രായേലിന്റെയും അതിർത്തി പ്രദേശമായ ഗോലാൻ കുന്ന് ലോക ശ്രദ്ധയിൽ വീണ്ടും ഇടം പിടിക്കുന്നത്. സിറിയയുടെ ഭാഗമായ ഈ തന്ത്രപ്രധാന മേഖല 1967-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചടക്കുകയായിരുന്നു. വിട്ടുകിട്ടാനുള്ള സിറിയയുടെ ശ്രമമാകട്ടെ ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, ഗോലാൻ കുന്ന് തങ്ങളുടെ പ്രദേശമായി 1981-ൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു.
2017 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ നടപടി ശരിവെക്കുകയും ചെയ്തു. ഇസ്രയേലിന് കരാതിർത്തിയുള്ള സിറിയയുമായി അടുത്ത ബന്ധമാണ് ഇറാനുള്ളത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധം എത്തിക്കുന്നത് സിറിയയിലൂടെയാണ്. ഇസ്രയേലിനെതിരായ നീക്കത്തിന് സിറിയയുടെ മണ്ണ് ഇറാൻ ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ പരാതി. സമാധാന പാലത്തിന് വേണ്ടി ഗോലാൻ കുന്നിൽ UN സൈന്യം തമ്പടിച്ചിട്ടുമുണ്ട്. ഇവരെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഇസ്രയേലിന്റെ സിറിയയിലേക്കുള്ള അധിനിവേശമെന്ന് ഒരു കൂട്ടർ പറയുന്നു. ജോർദാൻ നദിയിലേക്കും ഗലീലി കടലിലേക്കും എത്തുന്ന വെള്ളത്തിന്റെ പ്രധാന ഉറവിടവും ഗോലാൻ കുന്നുകളാണ്. ശുദ്ധമായ വെള്ളം ലഭിക്കുമെന്നതാണ് ഇസ്രയേൽ ഗോലാൻ കുന്നിനെ നോട്ടമിടാനുള്ള കാരണം. പശ്ചിമേഷ്യയിൽ ശുദ്ധമായ കുടിവെള്ളം സ്വർണ്ണ നദിക്ക് സമാനമാണ്. കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണ് കൂടിയാണ് ഗോലാൻ കുന്ന്. ജോർദാൻ, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സൗകര്യവും ഗോലാൻ കുന്ന് കൈവശം വയ്ക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുകയാണ്. 1967 യുദ്ധത്തിന് ശേഷം ഗോലാൻ കുന്നിലേക്ക് ജൂത കുടിയേറ്റക്കാരെ ഇസ്രയേൽ കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. സിറിയക്കാരായ അറബികളും ഇസ്മായിലി ഷിയാക്കളായ ദ്രുസ് വിഭാഗക്കാരുമാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയൻ സൈന്യത്തെ തുരത്തിക്കൊണ്ട് ഗോലാൻ കുന്നിലെ ഒരു ഭാഗം വിമതർ നിയന്ത്രണത്തിലാക്കിയിരുന്നു. എങ്കിലും അസദ് സൈന്യം വീറോടെ മടങ്ങിയെത്തി. ഇപ്പോൾ അസദ് വീണതോടെ വിമത നേതാവ് ജുലാനി പുതിയ പടയുമായി വരുമെന്ന് ഇസ്രയേൽ ഭയക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇസ്രയേലിന്റെ ഈ നീക്കത്തോട് പ്രാദേശിക കക്ഷികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇസ്രയേലിന്റെ ആക്രമണാത്മക നടപടികൾ പ്രാദേശിക ശക്തികളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും വ്യാപകമായ അപലപത്തിന് കാരണമായിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഈജിപ്ത് വിശേഷിപ്പിച്ചു. സിറിയയുടെ അസ്ഥിരതയെ ഇസ്രയേൽ മുതലെടുക്കുന്നുവെന്ന് ആരോപിക്കുന്നു. സിറിയൻ പ്രതിപക്ഷ സേനയുടെ പ്രധാന പിന്തുണക്കാരനായ തുർക്കിയാകട്ടെ ഇസ്രയേൽ ഒരു അധിനിവേശക്കാരനായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. ഇസ്രയേലിന്റെ നടപടികൾ 1974 വേർപിരിയൽ കരാർ ലംഘിച്ചുവെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിർത്തേണ്ടതുണ്ട്. UN സിറിയയിലെ പ്രത്യേക പ്രതിനിധി ഗീർ പെഡ്നേഴ്സൺ പറഞ്ഞു. സിറിയയിൽ സമാധാനപരമായ ഒരു പരിവർത്തനം കൈവരിക്കാനുള്ള ശ്രമങ്ങളെ ബാഹ്യപ്രവർത്തകരിൽ നിന്നുള്ള സൈനിക നടപടികൾ പാളം തെറ്റിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മറ്റാഗോള നേതാക്കൾ ഈ ആശങ്കകൾ പ്രതിധ്വനിച്ചു. മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇസ്രയേലിന്റെ നീക്കങ്ങൾ സിറിയയെ എങ്ങനെ ബാധിച്ചു എന്ന് പരിശോധിച്ചാൽ വ്യോമാക്രമണങ്ങളും കരയിലെ കടന്നുകയറ്റങ്ങളും സിറിയയുടെ സൈനിക ഇൻഫ്രാസ്ട്രക്ചറിനെ ഗണ്യമായിട്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പരിവർത്തന സമയത്ത് രാജ്യത്തെ ദുർബലമാക്കുകയാണ്. വിമത വിഭാഗങ്ങൾ സ്ഥാപിച്ച ട്രാൻസിഷണൽ ക്യാബിനറ്റിന്റെ തലവൻ മുഹമ്മദ് അൽ ബഷീർ മുന്നിലുള്ള വെല്ലുവിളികളെ അംഗീകരിച്ചു. പരിവർത്തന കാലയളവ് മാർച്ച് വരെ നീണ്ടു നിൽക്കുമെന്ന് സിറിയയുടെ പുതിയ ഭരണത്തിനായുള്ള പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് അൽ ബഷീർ പറയുന്നു. ഇസ്രയേലിലെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ബഫർ സോൺ പ്രവർത്തനം ആഴത്തിലുള്ള പ്രാദേശിക അഭിലാഷങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചില നിരീക്ഷകർ ഭയപ്പെടുന്നു. ഇസ്രയേൽ ടാങ്കുകൾ ഡമാസ്കസിലേക്ക് മുന്നേറുന്നതായി പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ്. ഇസ്രയേൽ വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷൊഷാനി പറയുന്നു. ഇസ്രയേൽ സൈന്യം ബഫർ സോണിനുള്ളിൽ തന്നെ തുടരുകയാണെന്നും അതിൻ്റെ പ്രതിരോധത്തിന് ആവശ്യമായ മറ്റ് നിരവധി സ്ഥലങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ എന്താണ് ഇനി ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. അത് ഞാൻ വ്യക്തമാക്കി തരാം. ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ ഉടനടിയുള്ള സുരക്ഷാ ആശങ്കകൾക്കപ്പുറമാണ്. ഇറാനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഹിസ്ബുള്ള വിതരണ ലൈനുകളും ലക്ഷ്യമിടുന്നതിലൂടെ മേഖലയിലെ ശത്രുശക്തികളുടെ പുനരുജ്ജീവനത്തെ തടയുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി സിറിയൻ പ്രദേശം ഉപയോഗിക്കാൻ ഇറാനെ അനുവദിക്കുന്നതിനെതിരെ നെതന്യാഹു സിറിയയുടെ പുതിയ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഈ ഭരണകൂടം ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും കനത്ത വില നൽകുകയും ചെയ്യും. ഇസ്രയേലിന്റെ സൈനിക ശേഷിയുടെ പ്രകടനവും ഈ ആക്രമണങ്ങളാണെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വ്യോമാക്രമണങ്ങളും ഭൂഗർഭ പ്രവർത്തനങ്ങളും സാധ്യതയുള്ള ഭീഷണികൾ നിർവീര്യമാക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവ തീവ്രമായ പരിശോധനയ്ക്കും വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സിറിയ വിഷയത്തിൽ ഇസ്രയേലിന്റെ പങ്കിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.